പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നാം കൃപയുടെ സമയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തെ നല്ലവനായ തമ്പുരാൻ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെയും നമുക്ക് പ്രത്യേകം ഓർക്കുകയും ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ നമുക്ക് നന്ദി പറയുകയും ചെയ്യാം. കരുണാമയനായ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ എത്രമാത്രം അനുഗ്രഹീതരാണ് എന്ന് തിരിച്ചറിയുവാനുള്ള ഒരു നിമിഷം കൂടിയാണത്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ തമ്പുരാൻ ഇതുപോലെ കടന്നു വന്ന് പ്രവർത്തിക്കുമ്പോൾ അത് ഏറ്റുവാങ്ങുവാൻ വേണ്ടി എന്ത് യോഗ്യതയാണ് നമുക്കുള്ളത്? പലപ്പോഴും ദൈവത്തിൻ്റെ കാരുണ്യം തിരിച്ചറിയാതെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന നമ്മളെ സംബന്ധിച്ച് എപ്രകാരമാണ് അവിടുത്തെ അനുഗ്രഹങ്ങളോട് പ്രതികരിക്കുവാൻ സാധിക്കുക? ഇന്നത്തെ വായന മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങളാണ്. അവിടെ നമ്മൾ വായിച്ചു കേൾക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് പൗരസ്ത്യ ദേശത്തു നിന്നുള്ള ജ്ഞാനികൾ ഒരു നക്ഷത്രം കണ്ടപ്പോൾ യേശുവിനെ അന്വേഷിച്ച് കടന്നു വരുന്ന ഒരു രംഗമാണ്. ആ ഒരു നക്ഷത്രം നമ്മളൊന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ ആ നക്ഷത്രത്തിൻ്റെ നിയോഗം എന്ന് പറയുന്നത് പ്രകാശിക്കുക എന്നുള്ളതാണ്. എന്നാൽ ആ നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടപ്പോൾ അത് എന്തുകൊണ്ടാണ് പ്രത്യക്ഷപ്പെട്ടത് എന്ന് തിരിച്ചറിയുവാൻ ആ 3 ജ്ഞാനികൾക്ക് സാധിച്ചു. ഹെറോദോസ് രാജാവുണ്ടായിരുന്നു, മറ്റു പുരോഹിതന്മാരുണ്ടായിരുന്നു, നിയമജരുണ്ടായിരുന്നു, യഹൂദരുണ്ടായിരുന്നു. പക്ഷേ പൗരസ്ത്യ ദേശത്തെ വിജാതീയരായ ഈ 3 ജ്ഞാനികൾക്കാണ് ആ ഒരു നക്ഷത്രം കണ്ടപ്പോൾ ഇത് എന്തിൻ്റെ സൂചനയാണ് എന്ന് തിരിച്ചറിയുവാൻ സാധിച്ചത്. ആ നക്ഷത്രത്തിൻ്റെ പുറകെ അവർ സഞ്ചരിക്കുമ്പോൾ അവർക്ക് പൂർണ്ണമായി ബോധ്യമുണ്ടായിരുന്നു, നമ്മളെ ഓരോരുത്തരെയും രക്ഷിക്കുവാൻ ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. ആ ഒരു ബോധ്യമാണ് തങ്ങളുടെ യാത്രാക്ലേശങ്ങളെയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അതൊന്നും തങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് തീരുമാനിച്ച് അവർ ഇറങ്ങിത്തിരിച്ചത്. പ്രിയമുള്ളവരെ, ഒരു നക്ഷത്രം കണ്ടപ്പോൾ അതിൻ്റെ പുറകിലുള്ള സൂചന എന്താണെന്ന് തിരിച്ചറിയുവാൻ അവർക്ക് സാധിച്ചു. പ്രിയമുള്ളവരെ, ആ ഒരു നക്ഷത്രത്തിൻ്റെ ചുമതലയാണ് ഇന്ന് കർത്താവ് നമ്മളിലൂടെയും ആഗ്രഹിക്കുക. ആ നക്ഷത്രത്തിൻ്റെ പ്രകാശം അവരെ നേരായ പാതയിലൂടെ നയിച്ചു. എന്നാൽ ഇടയ്ക്ക് വെച്ച് ആ നക്ഷത്രമൊന്ന് അവരിൽ നിന്ന് മറഞ്ഞു പോയപ്പോൾ ആ ജ്ഞാനികൾക്ക് വഴിതെറ്റി പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയാണ് അവർ ദുഷ്ടനായ ഹെറോദോസ് രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് എത്തിച്ചേർന്നത്. പ്രിയമുള്ളവരെ, നമ്മളെയും ആ ഒരു നക്ഷത്രമായി കണക്കാക്കുക. ആ നക്ഷത്രത്തിൻ്റെ പ്രകാശത്തിൽ സഞ്ചരിക്കുന്ന ഒത്തിരിയേറെ ആളുകൾ നമ്മുടെ പുറകിലുണ്ട് എന്ന് ചിന്തിക്കുക. അപ്പോഴാണ് നമ്മുടെ പ്രാധാന്യം നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുക. ഞാനൊരു നക്ഷത്രമായി മാറുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ചുമതലയാണ് മറ്റുള്ളവരെ ആ ഒരു പ്രകാശത്തിൽ നേരായ പാതയിലൂടെ നയിക്കുക എന്നുള്ളത്. എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആ വെളിച്ചം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത്. കാരണം എൻ്റെ പ്രകാശത്തിലൂടെ ചരിക്കുവാൻ, എന്നെയും പിൻചെല്ലുവാൻ ഒത്തിരിയേറെ ആളുകൾ എൻ്റെ പുറകിലുണ്ട്. ഒരു നിമിഷം എനിക്ക് തെറ്റുപറ്റിപ്പോയി കഴിഞ്ഞാൽ എന്നെ അനുഗമിക്കുന്നവർക്കും തെറ്റുപറ്റാം എന്ന ഒരു തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതം അനുഗ്രഹദായകമായിട്ട് മാറും.
ഒരാളും തെറ്റായ വഴികളിലേക്ക് വീണു പോകില്ല. കാരണം ദൈവം ഏൽപ്പിച്ച ആ ഉത്തരവാദിത്തം എത്ര വലുതാണ് എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. ഇന്ന് ഈ ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ആ വചനഭാഗം നമുക്കൊന്ന് വായിച്ച് ധ്യാനിക്കാം. ഹെറോദോസ് രാജാവിൻ്റെ കാലത്ത് യൂദയായിലെ ബെത്ലഹേമിൽ യേശു ജനിച്ചപ്പോൾ പൗരസ്ത്യ ദേശത്ത് നിന്ന് ജ്ഞാനികൾ ജെറുസലേമിലെത്തി. അവർ അന്വേഷിച്ചു, എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ? ഞങ്ങൾ കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. ഇത് കേട്ട് ഹെറോദോസ് രാജാവ് അസ്വസ്ഥനായി. അവനോടൊപ്പം ജെറുസലേം മുഴുവനും അവർ പ്രധാന പുരോഹിതന്മാരെയും ജനത്തിൻ്റെ ഇടയിലെ നിയമജരെയും വിളിച്ചുകൂട്ടി ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നതെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, യൂദയായിലെ ബെത്ലഹേമിൽ. പ്രവാചകൻ എഴുതിയിരിക്കുന്നു, യൂദയായിലെ ബെത്ലഹേമേ, നീ യൂദയായിലെ പ്രമുഖ നഗരങ്ങളിൽ ഒട്ടും താഴെയല്ല. എൻ്റെ ജനമായ ഇസ്രായേലിനെ നയിക്കാനുള്ളവൻ നിന്നിൽ നിന്നാണ് ഉദ്ഭവിക്കുക. അപ്പോൾ ഹെറോദോസ് ആ ജ്ഞാനികളെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടത് എപ്പോഴെന്ന് സൂക്ഷ്മമായി ആകാംക്ഷയോടെ അന്വേഷിച്ചറിഞ്ഞു. അവൻ അവരെ ബെത്ലഹേമിലേക്ക് അയച്ചുകൊണ്ട് പറഞ്ഞു, പോയി ശിശുവിനെ പറ്റി സൂക്ഷ്മമായി അന്വേഷിക്കുക. അവനെ കണ്ടു കഴിയുമ്പോൾ ഞാനും ചെന്ന് ആരാധിക്കേണ്ടതിന് എന്നെയും അറിയിക്കുക. രാജാവ് പറഞ്ഞത് കേട്ടിട്ട് അവർ പുറപ്പെട്ടു. കിഴക്ക് കണ്ട നക്ഷത്രം അവർക്ക് മുമ്പേ നീങ്ങിക്കൊണ്ടിരുന്നു. അത് ശിശു കിടക്കുന്ന സ്ഥലത്തിന് മുകളിൽ വന്നു നിന്നു. നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു. അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടു കൂടെ കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. നിക്ഷേപപാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തിരിക്കവും മീറയും കാഴ്ചയർപ്പിച്ചു. ഹെറോദോസിൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോകരുതെന്ന് സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതനുസരിച്ച് അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് പോയി. പ്രിയമുള്ളവരെ, ജെറുസലേം മുഴുവൻ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ അസ്വസ്ഥമായി എന്നാണ് വചനം പറയുക. ഹെറോദോസ് രാജാവ് അസ്വസ്ഥനായി, അവനോടൊപ്പം ജെറുസലേം മുഴുവനും. എന്തുകൊണ്ടായിരിക്കും അവർക്ക് വേണ്ടി രക്ഷകനായി പിറന്നവനെക്കുറിച്ച് കേട്ടപ്പോൾ അവർ അസ്വസ്ഥരായി മാറിയത്? പ്രിയമുള്ളവരെ, യഹൂദരുടെ രാജാവായി കടന്നു വന്നവനാണ് യേശുനാഥൻ. അവർ വന്ന് അന്വേഷിക്കുന്നതും എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ എന്നാണ്. ഈ പൗരസ്ത്യ ദേശത്തു നിന്ന് വരുന്ന ജ്ഞാനികൾ യേശുവിനെക്കുറിച്ച് വായിച്ചറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. അല്ലാതെ ഇതെന്താണ് സംഭവമെന്നും ഇവിടെ ആരാണ് ഭരിക്കുന്നതെന്നും അവർ അറിയുന്നില്ല. പക്ഷേ ആ ഒരു നക്ഷത്രത്തെ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി, യഹൂദരുടെ രാജാവായി ജനിച്ച ഒരു വ്യക്തിയെക്കുറിച്ചാണ് ആ നക്ഷത്രം സൂചന നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ചോദിക്കുന്നത്, എവിടെയാണ് യഹൂദരുടെ രാജാവായി ജനിച്ചവൻ? അവനെ കണ്ട് ആരാധിക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ വിദൂര ദേശത്തു നിന്നും ഇങ്ങോട്ട് കടന്നു വന്നിരിക്കുന്നത് എന്നവർ അറിയിക്കുമ്പോൾ അവരുടെ രാജാവായ ഹെറോദോസ് അസ്വസ്ഥനായിട്ട് മാറുന്നു. അവനോടൊപ്പം ജെറുസലേം മുഴുവനും. തങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ രാജാവ് ജനിച്ചിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ സന്തോഷിക്കേണ്ടതിന് പകരം ഇവിടെ അസ്വസ്ഥമാകുന്ന ഒരു മനസ്സാണ് ഹെറോദോസിനും ജെറുസലേം നിവാസികൾക്കും ഉണ്ടായത്. എന്തുകൊണ്ടായിരിക്കാം അവരുടെ ജീവിതത്തിൽ ഈ ഒരു അസ്വസ്ഥത കടന്നു വരുന്നത്? പ്രിയമുള്ളവരെ, ദൈവത്തെ ഏറ്റുവാങ്ങുവാൻ, ദൈവത്തിൻ്റെ സാമീപ്യം അനുഭവിക്കുവാൻ നമുക്ക് പലപ്പോഴും തടസ്സമായി മാറുന്നത് നമ്മൾ ചെയ്യുന്ന തിന്മകളാണ്. ഇവിടെ ഹെറോദോസ് രാജാവിൻ്റെ കാര്യത്തിലും ജെറുസലേം നിവാസികളുടെ കാര്യത്തിലും സംഭവിക്കുന്നത് അതുതന്നെയാണ്. അവർ ദൈവത്തിനെതിരായി പാപം ചെയ്തു പോയി. ദൈവത്തെ വേദനിപ്പിക്കുന്ന ഒത്തിരിയേറെ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. ഇപ്പോഴും ആ ഒരു തിന്മയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ രാജാവായി കടന്നു വരുന്നവൻ തങ്ങളുടെ രക്ഷകനാണ് എന്ന് അംഗീകരിക്കുവാൻ അവർക്ക് സാധിക്കുന്നില്ല. ആ ഒരു വാർത്ത കേട്ടപ്പോൾ വളരെ അസ്വസ്ഥരായിട്ട് മാറുന്ന അവരെയാണ് നമ്മൾ കാണുക. പ്രിയമുള്ളവരെ, നമ്മൾ ചോദിക്കുക, നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ സാമീപ്യമുണ്ടായാൽ നമ്മളും അസ്വസ്ഥരായിട്ട് മാറുമോ, അതോ ഒത്തിരിയേറെ സന്തോഷത്തോടെ ക്രിസ്തുവിനെ ചേർത്ത് പിടിക്കുമോ? ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ നമുക്ക്
വളരെ സമാധാനത്തോടെ ആയിരിക്കണമെങ്കിൽ, സന്തോഷത്തോടെ ആയിരിക്കണമെങ്കിൽ, നിരന്തരം ആനന്ദത്തിലായിരിക്കണമെങ്കിൽ തീർച്ചയായും നമ്മൾ വിശുദ്ധിയിലേക്ക് കടന്നു വരണം. നമ്മുടെ ഹൃദയവിശുദ്ധി ഇല്ലാതെ ഒരിക്കലും കർത്താവിൻ്റെ അടുത്തായിരിക്കുവാൻ നമുക്ക് സാധിക്കില്ല. ആ ഒരു ബോധ്യം നമുക്ക് എന്നും ഉണ്ടായിരിക്കണം. പ്രിയമുള്ളവരെ, ഇന്ന് കർത്താവ് തന്നെ വെളിപ്പെടുത്തുന്ന ആ ഒരു തിരുനാളിൽ നമ്മൾ ആലോചിച്ച് നോക്കുക, നമുക്ക് വേണ്ടി വെളിപ്പെടുത്തിയ ആ ദൈവം ഇന്ന് നമ്മുടെ കൂടെ തന്നെയില്ലേ? ആ ദൈവത്തെ അനുഭവിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? അവരുടെ അസ്വസ്ഥത അനേകം കുഞ്ഞുങ്ങളുടെ മരണത്തിന് കാരണമായി തീർന്നു എന്ന് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. തങ്ങളുടെ രക്ഷകൻ എവിടെയാണ് ജനിച്ചിരിക്കുന്നത് എന്ന് കൃത്യമായി ചോദിച്ചറിയുന്ന അവർ ഈ 3 ജ്ഞാനികളും തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരുന്നു. പക്ഷേ അവർ തിരിച്ചു വന്നില്ല എന്നറിഞ്ഞപ്പോൾ ആ പറഞ്ഞ ഒരു കാലം കണക്കാക്കി അവിടെയുള്ള അനേകം കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കി എന്നാണ് പറയുന്നത്. അധികാരമോഹവും അതുപോലെ തന്നെ തങ്ങളുടെ അധികാരം നഷ്ടമാകുമോ എന്ന ഭയവുമെല്ലാം അവരെ ആ ഒരു കാര്യത്തിലേക്ക് പ്രേരിപ്പിച്ചു. പ്രിയമുള്ളവരെ, ക്രിസ്തു നൽകുന്ന അധികാരമാണ് നമുക്കെല്ലാവർക്കുമുള്ളത്. അത് എന്തിനു വേണ്ടിയാണ് നൽകപ്പെട്ടതെന്നും എന്തിനു വേണ്ടിയാണ് നാം ഓരോരുത്തരും വിനിയോഗിക്കേണ്ടതെന്നും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് വേണം ജീവിക്കുവാൻ. ഇവിടെ കർത്താവിൻ്റെ പ്രത്യക്ഷീകരണം ഞാൻ ദൈവമാണ് എന്ന് വിജാതീയരായ പൗരസ്ത്യർക്ക് പോലും തിരിച്ചറിയുവാൻ തക്ക വിധം കർത്താവ് ഇടപെട്ടു എന്നുള്ളതാണ്. എന്നാൽ ആ ഒരു നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടത് അനേകർ കാണുകയുണ്ടായി. പക്ഷേ അവർക്കൊന്നും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. അതേസമയം ഇതിലേക്കെല്ലാം കൃത്യമായി നോക്കിക്കൊണ്ടിരുന്ന 3 ജ്ഞാനികൾക്ക് അത് തങ്ങൾക്കുള്ള ഒരു സൂചനയാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ്. എന്നാൽ ആ നക്ഷത്രം അതൊരു പ്രതീകമായിട്ട് മാറുന്നു. നമ്മുടെ ഈ ജീവിതത്തിൽ ആ ഒരു നക്ഷത്രമായിട്ട് മാറുവാനാണ് കർത്താവ് പറയുക. ആ നക്ഷത്രത്തെ പോലെ നമ്മളും പ്രകാശിപ്പിക്കുമ്പോൾ, നമ്മുടെ വെളിച്ചം മറ്റുള്ളവർക്ക് മുമ്പിൽ നമ്മൾ വെളിപ്പെടുത്തുമ്പോൾ അത് തിരിച്ചറിയാൻ എല്ലാവർക്കും സാധിക്കണമെന്നില്ല. എന്നാൽ തിരിച്ചറിയുന്നവർ തീർച്ചയായും നമ്മളെ അനുഗമിക്കും. നമ്മളിലൂടെ ക്രിസ്തുവിൽ എത്തിച്ചേരുവാൻ സാധിക്കും. എന്നാൽ ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നാം ഓരോരുത്തരുമായിരിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ പ്രകാശമായി കടന്നു വന്നവരാണ് നമ്മുടെ കർത്താവ്. ആ പ്രകാശത്തിലൂടെ സഞ്ചരിക്കുന്നവരാണ് നാം ഓരോരുത്തരും. ആ പ്രകാശം നമ്മുടെ ജീവിതത്തിൽ ഒന്ന് അണഞ്ഞു പോയാൽ, ആ പ്രകാശത്തിലേക്കുള്ള ഫോക്കസ് നമ്മുടെ മുമ്പിൽ ഒന്ന് തടസ്സപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളും വഴിതെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ കൂടുതൽ ഫോക്കസായി ആ പ്രകാശത്തിലേക്ക് നോക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ യാത്രാമധ്യയെ നമുക്ക് തടസ്സമായി നിൽക്കുന്നതൊന്നും ഉണ്ടാകാൻ പാടില്ല. ചിന്തയിലും വാക്കുകളിലും പ്രവൃത്തികളിലും എല്ലാം ആ പ്രകാശത്തിന് യോജിച്ച കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം. അതിനാൽ പ്രിയമുള്ളവരെ, ഇന്ന് ഈ തിരുമണിക്കൂറിൽ നാം ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്നെ വെളിപ്പെടുത്തുവാൻ വേണ്ടി പ്രത്യക്ഷപ്പെട്ട ആ ഒരു നക്ഷത്രത്തെ പോലെ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നിലേക്ക് ആകർഷിക്കുന്ന ഒരു നക്ഷത്രമായിട്ട് മാറുവാൻ, ആ നക്ഷത്രത്തെ പോലെ മറ്റുള്ളവരുടെ മുമ്പിൽ നിനക്ക് വേണ്ടിയുള്ള ഒരു വെളിച്ചമായി മാറുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ദൈവമാണ് എന്ന തിരിച്ചറിവിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് ദൈവമാണെന്ന് തിരിച്ചറിയുന്നതോടൊപ്പം ആ കർത്താവിനെ പൂർണ്ണമായി സ്വീകരിക്കുവാനും ആ കർത്താവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും വേണ്ട കൃപ നീ ഞങ്ങൾക്ക് ഓരോരുത്തർ നൽകണമേ എന്ന പ്രാർത്ഥനയോടെ ഈ നിമിഷം ഒക്കെ അവിടുത്തെ ആശീർവാദം ഏറ്റുവാങ്ങാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക്
അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.